സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് ചൂടും തണുപ്പിച്ച് കനത്ത മഴ. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പെരുമഴയിൽ സംസ്ഥാനത്തെ വ്യാപക നാശനഷ്ടം. കോട്ടയത്ത് മരം വീണ് തോട്ടം തൊഴിലാളിയും കണ്ണൂരിൽ കുളത്തിൽ വീണ് യുവാവും മരിച്ചു. മരങ്ങൾ കടപുഴകി നിരവധി വീടുകൾക്ക് നഷ്ടം. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ ജാഗ്രത. നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നു. നിലമ്പൂർ പോരാട്ടം അവസാന ലാപ്പിലേക്ക്. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിൽ. മഴയിലും ആവേശം ചോരാതെ പ്രവർത്തകർ. PV അൻവറിനായി വോട്ട് ചോദിച്ച യൂസഫ് പഠാനും നിലമ്പൂരിൽ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് നിലമ്പൂരിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷം. ഇറാനിൽ മരണസംഖ്യ 100 കടന്നു. ഇസ്രയേലിൽ 8 മരണം. ഇറാൻ കീഴടങ്ങിയില്ലെങ്കിൽ ആക്രമണം ഇനിയും ശക്തമാക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. തലസ്ഥാനത്തെ ഞെട്ടിച്ച് വെള്ളറടയിൽ 48-കാരിയെ കൊന്നു കുഴിച്ചുമൂടി. പ്രിയംവദയുടെ മരണത്തിൽ കുറ്റം സമ്മതിച്ച അയൽവാസി വിനോദ്. സാമ്പത്തിക തർക്കം കൊലയ്ക്ക് കാരണമെന്ന് മൊഴി. കരമനയിൽ ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. അഹമ്മദാബാദ് ദുരന്തത്തിൽ മരിച്ച 32 പേരെ തിരിച്ചറിഞ്ഞു. കണ്ടെത്തിയവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം കാത്ത് ബന്ധുക്കൾ. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്ന് കുഞ്ഞുൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം. കാലവർഷക്കെടുതിയിലേക്ക് കേരളം കടക്കുന്നു. ശക്തമായ മഴയിൽ വ്യാപകമായിട്ടുള്ള കെടുതികളാണ് സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോട്ടയത്ത് മരം വീണ് തോട്ടം തൊഴിലാളിയും കണ്ണൂരിൽ കുളത്തിൽ വീണ് യുവാവും മരിച്ചു. കോഴിക്കോട് വയോധികൻ പുഴയിലെ ഒഴുക്കിൽപ്പെട്ടതായുള്ള സംശയമുണ്ട്. കല്ലാർകുട്ടി, മലങ്കര, നെയ്യാർ ഡാമുകളിൽ നിന്ന് കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. കാസർഗോഡ്, കരിയങ്കോട്, നീലേശ്വരം എന്നിവിടങ്ങളിൽ നദികളിലും അച്ചൻകോവിലാറ്റിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. കാസർഗോഡ്, വയനാട്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പമ്പയിൽ സ്നാനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തി. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴയാണ്. കണ്ണൂരിൽ കുളത്തിൽ കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു. മാട്ടൂൽ സ്വദേശി ഇസ്മായിലാണ് മരിച്ചത്. ഇന്ന് രാവിലെ അഴീക്കോട് ആനിവയൽ കുളത്തിലായിരുന്നു സംഭവം. കോട്ടയത്ത് മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. കോട്ടയം എരുമേലിയിലാണ് സംഭവം. തൊഴിലാളിയായ മുനിയാസ്വാമിയാണ് റബ്ബർ മരം വീണ് മരിച്ചത്. കോഴിക്കോട് ഇന്ന് പുലർച്ചെ മുതൽ കാണാതായ വയോധികൻ പുഴയിലെ ഒഴുക്കിൽപ്പെട്ടതായാണ് സംശയം. ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുകയാണ്. 80 വയസ്സുകാരനായ ചാത്തമംഗലം പഞ്ചായത്തിലെ കാച്ചിക്കോളിൻ മാധവൻ നായരെയാണ് കാണാതായത്. തിരച്ചിലിൽ ഇദ്ദേഹത്തിന്റെ ചെരുപ്പും കുടയും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും മഴയും മഴക്കെടുതിയും രൂക്ഷമാവുകയാണ്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ 22 പേരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കാസർഗോഡ് അതിർത്തി പ്രദേശങ്ങളിലും തോരാതെ മഴയാണ്. മംഗളൂരുവിൽ കങ്കനാടി സുവർണ ലൈനിന് സമീപം കൂറ്റൻ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. റോഡിന് സമീപത്തായുള്ള കോമ്പൗണ്ട് ഭിത്തിയാണ് തകർന്നത്. ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ കാറ്റാംകവല ഉന്നതിയിലെ 22 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. മലപ്പുറം കോട്ടക്കലിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. മണ്ണാർക്കാട് കനത്ത മഴയിൽ അട്ടപ്പാടി ചുരത്തിൽ വലിയ പാറ വീണ് ഗതാഗതം മുടങ്ങി. 9ാം വളവിൽ 20 അടി ഉയരത്തിൽ നിന്നാണ് റോഡിലേക്ക് പാറ വീണത്. വാഹനങ്ങൾക്ക് മുകളിൽ വീഴാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. 10ാം വളവിനപ്പുറം മന്ദം പൊട്ടിയിൽ മരവും റോഡിലേക്ക് വീണിട്ടുണ്ട്. മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടം പാലത്തിൽ വെള്ളം കയറി. ഇതോടെ കാഞ്ഞിരത്തു നിന്നും മണ്ണാർക്കാട് തെങ്കര ഭാഗത്തേക്കുള്ള ഗതാഗതവും ദുരിതത്തിലായി. ശിരുവാണി ഡാം തുറന്നതോടെ മണ്ണാർക്കാട് കുന്തിപ്പുഴയിലും തൂതപ്പുഴയിലും കൈവരിയായ മുറിയങ്കണ്ണിപ്പുഴയിലും വെള്ളമുയർന്നു. കല്ലാർകുട്ടി ഡാമിന്റെ 2 ഷട്ടറുകളും മലങ്കര ഡാമിന്റെ 1 ഷട്ടറും ഉയർത്തി. അധിക ജലം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി. ഇതോടെ ഇടുക്കി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഇന്ന് 2343.24 അടിയാണ്.
കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിൽ വൻമരം കടപുഴകി സമീപത്തുള്ള വീട് തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും മേവെള്ളൂർ പമ്പ് ഹൗസിന് സമീപം തേയത്തു മധുവിന്റെ കോഴിഫാമിലേക്ക് തേക്ക് മറിഞ്ഞു വീണു. കോഴിഫാമിന്റെ ഒരു വശം പൂർണ്ണമായി നശിച്ചു. കൊട്ടാരക്കര ഇരുണൂരിൽ വീട് ഭാഗികമായി തകർന്നു വീണു. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തീർത്ഥാടകർക്ക് സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18. നിലമ്പൂർ വിധി എഴുതാൻ ഇനി 4 നാൾ കൂടി. നാലാം നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലെത്തുന്നു. നാടിളക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് പാർട്ടികളും മുന്നണികളും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി റോഡ് ഷോയുമായി പ്രിയങ്ക ഗാന്ധി തന്നെ മണ്ഡലത്തിലിറങ്ങി. പ്രിയങ്കയുടെ പൊതുപരിപാടികൾ പുരോഗമിക്കുകയാണ്. ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വന്യജീവി ആക്രമണമാണെന്ന് നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇത് പരിഹരിക്കാൻ വേണ്ടതുപോലെ ഇടപെടുന്നില്ല. ആശാ വർക്കർമാരുടെ ദുരിതം അറിയുന്നുണ്ടെന്ന് പ്രിയങ്ക റോഡ് ഷോയുടെ ഭാഗമായി നടന്ന പ്രസംഗത്തിൽ പറഞ്ഞു. Your lives, your livelihoods should not be politicized. നിങ്ങളുടെ ജീവനോപാധികളും ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൂടാ. Your pensions should not be politicized. നിങ്ങളുടെ പെൻഷൻ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിച്ചുകൂടപ്പെട്ടുകൂടാ. Your ASHA workers' wages should not be politicized. നിങ്ങളുടെ ആശാ വർക്കർമാർക്ക് കിട്ടേണ്ട വേതനം അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൂടാ. These are your rights. ഇത് നിങ്ങളുടെ അവകാശങ്ങളാണ്. നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചാരണം ആവേശത്തിലാക്കാൻ യൂസഫ് പഠാനും കളത്തിലെത്തി. 11:30 നിലമ്പൂരിലെ ടർഫിലെത്തിയ പഠാൻ കുട്ടികൾക്കൊപ്പം അല്പസമയം ക്രിക്കറ്റ് കളിച്ചു. അൻവറിന് ദീദിയുടെ പിന്തുണയുണ്ടെന്നും നിലമ്പൂരിൽ പ്ലെയർ ഓഫ് ദ മാച്ച് അൻവർ ആകുമെന്നും യൂസഫ് പഠാൻ പറഞ്ഞു. अनवर जी इंडिपेंडेंटली लड़ रहे हैं इलेक्शन और TMC पार्टी जो है वो सपोर्ट कर रही है उन्हें. दीदी हमेशा लोगों के लिए काम करने वाले लोगों को बहुत पसंद करती है. वो भी हमेशा लोगों के लिए काम करती है. तो ममता दीदी ने ये सपोर्ट दिया है और मुझे यहाँ पर भेजा है उनको सपोर्ट करने के लिए. और अनवर जी को मैं यहाँ पर आया हूँ सपोर्ट करने के लिए, उनको जिताने के लिए. बिल्कुल दीदी ने मुझे यहाँ पर भेजा है, वही सबसे बड़ा मैसेज है उनका कि अनवर जी को फुल सपोर्ट वो कर रही है और TMC पार्टी भी उनको फुल सपोर्ट कर रही है. और उनके जो भी मुद्दे रहेंगे ऑब्वियसली अनवर जी हमेशा लड़ते रहते हैं और वो उठाते रहते हैं उनके मुद्दे यहाँ के लोगों के लिए, उनके लिए आसानी हो. और जो भी उनके मुद्दे रहेंगे हम लोग भी पार्लियामेंट में उठाएंगे. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകുമെന്നായിരുന്നു പോത്തുകല്ലിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ മുഖ്യമന്ത്രി നടത്തിയ ഈ പ്രഖ്യാപനം ഒരുപക്ഷെ വിവാദത്തിലേക്ക് എത്തിയേക്കാം. മാസം തോറും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ നിൽക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വർദ്ധിപ്പിക്കും തന്നെയാണ്. ഉചിതമായ സമയത്ത് അതിനാവശ്യമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം നമ്മുടെ നാടിന്റെ ഒരു ഭാഗത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളാണിത്. അതാണ് നാം നൽകുന്നത്. ഏതെങ്കിലും ഔദാര്യത്തിന്റെ ഭാഗമായി ആരെങ്കിലും നൽകുന്ന തുകയല്ല. നിലമ്പൂരിൽ നിന്ന് VV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, താരപ്രചാരണം തന്നെ നടക്കുന്നു UDF-നെ സംബന്ധിച്ചിടത്തോളം. LDF-നെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി കൂടി എത്തിയതോടുകൂടി UDF ക്യാമ്പ് വലിയ ആവേശത്തിൽ. ആ തരത്തിൽ മഴ പോലും മറികടന്നുകൊണ്ടുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം റോഡ് ഷോയിൽ വ്യക്തമായി കാണുന്നു. ഒപ്പം LDF ക്യാമ്പിന് ആവേശമായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രചാരണം തുടരുകയും ചെയ്യുന്നു. ഒപ്പം അൻവറിന് പിന്തുണയുമായി യൂസഫ് പഠാനും എത്തുന്ന ഏത് തരത്തിലാണ് ഇന്നത്തെ ദിവസത്തെ പ്രചാരണങ്ങൾ ഈ മഴയെല്ലാം മറികടന്നുകൊണ്ട് നിലമ്പൂരിൽ പുരോഗമിക്കുന്നത്?
ഹലോ വി വി അരുൺ നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും പ്രിയങ്ക ഗാന്ധി UDF ക്യാമ്പിന് ആവേശമായിട്ട് നിലമ്പൂരിൽ എത്തിയിരിക്കുന്നു. റോഡ് ഷോയിൽ പ്രിയങ്ക നയിക്കുന്ന റോഡ് ഷോയിൽ വലിയ തരത്തിൽ പ്രവർത്തകരുടെ ആവേശം, മഴ പോലും മറികടന്നുകൊണ്ടുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. കുടകളേന്തി വിവിധ പതാകകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലീഗിന്റെയും UDFിലെ വിവിധ പാർട്ടികളുടെയും എല്ലാം പതാകകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചാരണം നടക്കുന്നു. അതേസമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണം തുടരുകയാണ് മണ്ഡലത്തിൽ. ഒപ്പം PV അൻവറിന് പിന്തുണയുമായി യൂസഫ് പഠാനും രണ്ട് റോഡ് ഷോകളാണ് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തെ ഇളക്കി മറിക്കുന്നത്. ഒന്ന് പ്രിയങ്ക ഗാന്ധി, വയനാട് MP കൂടിയ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്യന്തം ആവേശമായി പുരോഗമിക്കുന്നത്. രണ്ടിടത്താണ് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ. വലിയ പ്രവർത്തക പങ്കാളിത്തം റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാണ് പ്രിയങ്കയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നത്. മറുഭാഗത്ത് PV അൻവർ, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ മുൻ നിലമ്പൂർ MLA റോഡ് ഷോയും അക്ഷരാർത്ഥത്തിൽ മുന്നണികളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആൾക്കൂട്ടമാണ് ഇതിലുണ്ടായിരുന്നത്. വലിയ പ്രവർത്തക പങ്കാളിത്തമുണ്ട്. യൂസഫ് പത്താൻ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം, തൃണമൂൽ MP യൂസഫ് പത്താനാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ തൃണമൂലിന്റെ പൂർണ്ണ പിന്തുണ PV അൻവറിനുണ്ടെന്ന് വ്യക്തമായിക്കൊണ്ട് യൂസഫ് പത്താനാണ് റോഡ് ഷോ നയിച്ചത്. കോടതിപ്പടി മുതൽ വഴിക്കടവ് വരെ കിലോമീറ്ററുകൾ നീളുന്ന റോഡ് ഷോ ഇപ്പോൾ പകുതി ദൂരം മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ PV അൻവറിന് വേണ്ടിയും അണിനിരക്കുന്നു. യൂസഫ് പത്താനെ കാണാൻ റോഡിന്റെ ഇരുവശത്തും ആളുകൾ വലിയ രീതിയിൽ തടിച്ചുകൂടുന്നു. നിലമ്പൂരിന്റെ പിച്ച് അനുകൂലമാണ്. അത് PV അൻവറിന്റെ ബാറ്റിംഗിന് അനുകൂലമാണ്. അദ്ദേഹം മാൻ ഓഫ് ദ മാച്ച് ആകുമെന്ന പ്രതികരണം നടത്തിക്കൊണ്ടാണ് യൂസഫ് പത്താന്റെ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. ഇടതുമുന്നണിയാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുയോഗങ്ങളാണ്, റാലികളാണ് ഏറ്റവും അവരുടെ ആകർഷണീയത. മുഖ്യമന്ത്രി ഇന്ന് അല്പസമയത്ത് ഇപ്പോൾ നടക്കുന്ന പരിപാടിയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ മണ്ഡല പര്യടനം അവസാനിക്കുകയാണ്. വലിയ പ്രവർത്തക പങ്കാളിത്തമാണ് എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ റാലികൾക്കുണ്ടായിരുന്നത്. പോത്തുകലിൽ M സ്വരാജിന്റെ ഇടതു സ്ഥാനത്ത് നാട്ടിൽ വലിയ ആൾക്കൂട്ടമായിരുന്നു. മറ്റിടത്തും വലിയ ആവേശത്തോടെ പ്രവർത്തകർ റോഡ് ഷോ ഏറ്റെടുക്കുന്നു. അങ്ങനെ BJP അവരുടെ സംസ്ഥാന അധ്യക്ഷനെ ഇറക്കിയാണ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ മൂന്ന് മുന്നണികളും അതുപോലെ അൻവറും വലിയ ആവേശത്തോടുകൂടി വലിയ സർവ്വസന്നാഹങ്ങളോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് അവസാന ദിവസങ്ങളിൽ, ഈ പരസ്യപ്രകടനത്തിന് അവസാന ദിവസങ്ങളിൽ അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. മൂന്ന് പേർക്കും വിജയപ്രതീക്ഷയുണ്ട്. PV അൻവർ ഈ മുന്നണികളെയൊക്കെ മറികടന്ന് വിജയിക്കാം, നിലമ്പൂരിന്റെ സുൽത്താനായി താൻ വീണ്ടും വരുമെന്ന അവകാശവാദവുമായി PV അൻവറുമുണ്ട്. അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാ ആവേശത്തിലേക്കും കടക്കുകയാണ്. എല്ലാ അസ്ത്രങ്ങളും എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നു മുന്നണികളും മറ്റ് സ്ഥാനാർത്ഥികളും. താരപ്രചാരകരെ അണിനിരത്തി ജനങ്ങൾക്ക് കഴിയാവുന്ന വാഗ്ദാനങ്ങളും ഒക്കെ നൽകി രാഷ്ട്രീയ വിഷയങ്ങളും അതുപോലെ തന്നെ സാമുദായിക വിഷയങ്ങളും ജനകീയ വിഷയങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടിയാണ് മുന്നണികളുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. വി അരുൺ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയെ അയൽവാസി കൊന്ന് കുഴിച്ചുമൂടി. പനച്ചുമൂട് സ്വദേശിനി പ്രിയംവദയാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പും പൂർത്തീകരിച്ചു. നെയ്യാറ്റിൻകര പനച്ചമൂട് സ്വദേശിനിയായ പ്രിയംവദയെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാനില്ലെന്ന പരാതിയുമായി ഇവരുടെ പെൺമക്കളാണ് വെള്ളറട പോലീസിനെ സമീപിച്ചത്. അതിനിടെ പ്രിയംവദയുടെ അയൽവാസിയായ സരസ്വതി സമീപത്തെ ദേവാലയത്തിലെ പുരോഹിതനോട് പ്രിയംവദയെ കാണാതായതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഇവർക്ക് മർദ്ദനമേറ്റതായി സംശയമുണ്ടെന്നും രക്തക്കറകൾ വീടിനു ചുറ്റുമുണ്ടെന്നും രാവിലെ വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പുരോഹിതൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളറട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുമ്പോഴാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത്. സരസ്വതിയുടെ മകളുടെ ഭർത്താവ് വിനോദും ഇയാളുടെ സഹോദരൻ സന്തോഷും വീട് കഴുകി വൃത്തിയാക്കുന്നത് കണ്ട് സംശയം തോന്നിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. 12-ാം തീയതി തന്നെ പ്രിയംവദയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വിനോദിന്റെ വീടിനുള്ളിൽ മൃതദേഹം ഒളിപ്പിച്ചു. 2 ദിവസത്തിനു ശേഷം ശനിയാഴ്ച വൈകിട്ട് വിനോദിന്റെ വീടിന് പിൻവശത്തുള്ള സെപ്റ്റിക് ടാങ്കിനോട് ചേർന്ന് ഉപയോഗശൂന്യമായ കുഴിയിൽ മൃതദേഹം ഉപേക്ഷിച്ച ശേഷം പാറപ്പൊടിയിട്ട് കുഴി നികത്തുകയായിരുന്നു. പ്രിയംവദ കടം വാങ്ങിയ പണം തിരികെ നൽകാഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി വിനോദ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഭർത്താവുമായി ഏറെ നാളായി അകന്നു കഴിയുകയായിരുന്ന പ്രിയംവദയുമായി വിനോദിന് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതായും അതിനിടെ ഇവർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസിന് സൂചനയുണ്ട്. വൻ പോലീസ് സുരക്ഷയിൽ
പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരം കരമനയിൽ ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. പത്മതീർത്ഥകുളം വൃത്തിയാക്കുന്നതിനുള്ള കരാർ ഏറ്റെടുത്ത സതീശനും ഭാര്യയുമാണ് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ജീവനൊടുക്കിയത്. കരമന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കരമന തമലം റെയിൽവേ ലൈന് സമീപം താമസിക്കുന്ന സതീശനെയും ഭാര്യ ബിന്ദുവിനെയും രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സതീശന്റെ കഴുത്തറുത്ത മരണം ഉറപ്പാക്കിയ ശേഷം ഭാര്യ ബിന്ദു ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. SBIയിൽ നിന്ന് കരാറുകാരനായ സതീശൻ എടുത്ത 1/2 കോടിയിലേറെ രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയതോടെ ബാധ്യതയേറുകയായിരുന്നു. ഒറ്റത്തവണയായി പണം തിരിച്ചടയ്ക്കാമെന്ന് ബാങ്ക് അറിയിച്ചെങ്കിലും ഇതിനുള്ള പണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ദമ്പതികൾ ജീവനൊടുക്കിയതാകാമെന്നാണ് അയൽവാസികളുടെയും പോലീസിന്റെയും സംശയം. സാമ്പത്തിക ബാധ്യതയുണ്ട്. കാരണം ഇയാൾ കോൺട്രാക്ടറാണ്. എടുത്ത വർക്കിന്റെ പൈസ കിട്ടാത്തതും പ്രശ്നമായിട്ടുള്ളതാണ്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പം 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 1, 2, 3 വർഷം കഴിഞ്ഞാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഓടി അടയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഇയാൾക്കുണ്ടായിരുന്നതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും വീടിനുള്ളിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18, തിരുവനന്തപുരം. ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ സീതയുടെ മരണം കാട്ടാന ആക്രമണമെന്ന് ആവർത്തിച്ച് ഭർത്താവ് ബിനു. തന്നെ ബലിയാടാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നും ബിനു പറയുന്നു. അതേസമയം സംഭവത്തിൽ ഫോറൻസിക് സംഘം ഉൾപ്പെടെ വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയപ്പോൾ സീതയെ ആന ചവിട്ടിക്കൊന്നു എന്നാണ് ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത്. എന്നാൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ സംശയം തോന്നിയ ഡോക്ടർ പോലീസിനോട് ആനയുടെ ആക്രമണത്തിലല്ല സീത മരണപ്പെട്ടതെന്ന വിവരം അറിയിക്കുകയായിരുന്നു. ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ ബിനുവിനെതിരെ സംശയം ബലപ്പെട്ടു. തുടർന്ന് പോലീസ് ബിനുവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനും ശക്തമായി തിരിച്ചടിച്ചു. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ 8 പേർ കൊല്ലപ്പെട്ടു. പിന്നാലെ ഇറാനിലെ ഷഹ്റാൻ എണ്ണശേഖരണ കേന്ദ്രത്തെ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമിച്ചു. ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടതാണ് വിവരം. അതേസമയം ഇറാൻ ആക്രമണം തുടർന്നാൽ US സൈന്യത്തിന്റെ മുഴുവൻ ശക്തിയും രംഗത്തിറക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കയും മുന്നോട്ട് വന്നു. മൂന്നാം ദിനവും സംഘർഷത്തിന് യാതൊരു വിധായവുമില്ല. ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈലുകൾ വർഷിക്കുന്നു. ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് ടെലവീവിലും വടക്കൻ ഇസ്രയേലിലെ ഹൈഫയിലും തമ്രയിലുമെല്ലാം ഇറാൻ ആക്രമണം നടത്തി. നിരവധി പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരുടെ എണ്ണവും ക്രമാതീതമായി ഉയരുകയാണ്. കെട്ടിടങ്ങളും വാഹനങ്ങളും തകർന്നു. ഇറാൻ ആക്രമണത്തെ തുടർന്ന് ജനങ്ങൾ ഭൂഗർഭ ബങ്കറുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ജനവാസ മേഖലകൾക്ക് പുറമെ ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടു. ഇസ്രയേലിന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെയും ഇറാൻ ആക്രമിച്ചെന്നാണ് വിവരം. നേരത്തെ സൈനിക കേന്ദ്രങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയുമാണ് ലക്ഷ്യമിട്ടതെങ്കിൽ ഇന്ന് എണ്ണപ്പാടങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു ഇസ്രയേലിന്റെ പ്രത്യാക്രമണം. ബുഷഹർ പ്രവിശ്യയിലെ പാഴ്സ് റിഫൈനറിയാണ് ആക്രമിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണിത്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഖൊസ്രോ ഹസാനിയും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇനി അമേരിക്കയുമായി ആണവ ചർച്ച ഉണ്ടാകില്ലെന്നും ഇറാൻ നിലപാട് വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായുള്ള ചർച്ചയിലും തിരിച്ചടി തുടരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിക്കെതിരായ വിമർശനവും ഇറാൻ അറിയിച്ചു. IAEA-യുടെ പ്രമേയം ഇറാന്റെ ആണവോർജ്ജ പദ്ധതികളെ തകർക്കുന്ന സയനിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതെന്നാണ് ഇറാന്റെ ആരോപണം. അതേസമയം ഇറാൻ കീഴടങ്ങിയില്ലെങ്കിൽ വരും നാളുകളിൽ ഉഗ്രാക്രമണമാണ് നടത്തുകയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. בזמן הקרוב ביותר אתם תראו את מטוסי ישראל, את חיל האוויר של ישראל, הטייסים שלנו, מעל שמי טהרן. ഇസ്രയേലും ഇറാനും യുദ്ധപാതയിലേക്ക് നീങ്ങരുതെന്നും സമാധാനം കാത്തുസൂക്ഷിക്കണമെന്നും ലയോ 16 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. Si è gravemente deteriorata la situazione in Iran e Israele in un momento così delicato. അതിനിടെ ഇസ്രയേലിനെ സഹായിക്കാനായി മധ്യപൂർവ്വ ദേശത്തേക്ക് US യുദ്ധക്കപ്പലുകളുടെയും സേനാവ്യൂഹങ്ങളുടെയും നീക്കം തുടങ്ങിയതായും വിവരമുണ്ട്. ഇറാൻ ആക്രമണം തുടർന്നാൽ മുഴുവൻ സൈനിക ശേഷിയും എടുത്ത് രംഗത്തിറങ്ങുമെന്ന് അമേരിക്കയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
പ്രചാരണം അവസാന ലാപ്പിൽ എത്തുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷവും നിലമ്പൂരിൽ ചർച്ചയാകുന്നു. മുഖ്യമന്ത്രിയുടെ ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവന ഉപതെരഞ്ഞെടുപ്പിൽ ഭരണപരാജയം ചർച്ചയാകാതിരിക്കാനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണം. എന്നാൽ പ്രതിപക്ഷ നേതാവ് വിവരക്കേട് പറയുകയാണെന്നും സിപിഎമ്മിന് എല്ലാ കാലത്തും യുദ്ധവിരുദ്ധ നിലപാടാണെന്നും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ തിരിച്ചടിച്ചു. ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചതോടെ പലസ്തീനും ഇറാനുമൊക്കെ നിലമ്പൂരിലും ചർച്ചയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യും. അതിനുവേണ്ടി മുഖ്യമന്ത്രി ഇന്നലെ വന്നപ്പോ പലസ്തീൻ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം ഇസ്രായേൽ ഇറാനിൽ ആക്രമിച്ചാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലസ്തീൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്നവരെ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിലമ്പൂരി വന്നിട്ടാണ് പാലസ്തീൻ എന്ന് പറഞ്ഞത്. എന്നാൽ സതീശന്റെ ആരോപണത്തിന് കടുത്ത വിമർശനവുമായി സിപിഎം നേതാക്കൾ രംഗത്തു വന്നു. ഇതുപോലെ വിവരക്കേട് പറയുന്ന വി.ഡി. സതീശൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവെന്ന് എം.വി. ഗോവിന്ദൻ. ഇത്ര വിവരക്കേട് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. എന്തും പറയാം, യാതൊരു മടിയുമില്ല. പശ്ചിമേഷ്യൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ലോക പട്ടാളമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇറാനെതിരായിട്ട് കടന്നാക്രമണം നടത്തിയതിന് എന്ത് ന്യായീകരണമുള്ളത്? ഒരു ന്യായീകരണമില്ല. രാജ്യം മുഴുവൻ ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ അവകാശമുണ്ട് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്തിന്റെ പരിപൂർണ പിന്തുണയോടുകൂടി ഇസ്രയേലി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരവരുടെ രീതികൾ വെച്ച് മറ്റുള്ളവരെ അളക്കരുതെന്നായിരുന്നു വി.ഡി. സതീശന്റെ വിമർശനത്തിന് എം സ്വരാജിന്റെ മറുപടി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന് കരുതിയോ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാനോ അല്ല യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത്. അദ്ദേഹം വെറുതെ ഭയപ്പെടുകയാണ്. ഏത് കാര്യവും തെരഞ്ഞെടുപ്പിലെ വോട്ടും ബന്ധപ്പെടുത്തി കാണുന്ന രീതി ഞങ്ങൾക്കില്ല. നിർഭാഗ്യവശാൽ അവർക്കങ്ങനെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവർ ഭയപ്പെടുകയാണ്. ഇതിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേലിനെതിരായ നവമാധ്യമങ്ങൾ ഞാൻ നടത്തിയൊരു അഭിപ്രായ പ്രകടനമുണ്ട്. ആ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പില്ല. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന സൂചന പോലുമില്ല. 2023-ലാണത്. അത് ഏത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ കാലത്തും ഇസ്രായേൽ എന്നല്ല, ലോകത്തിലെ ഏത് രാജ്യവും മറ്റൊരു ജനതയുടെ മേൽ നടത്തുന്ന കായികാക്രമണങ്ങളെ, സൈനിക അധിനിവേശങ്ങളെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളും എതിർത്തിട്ടുണ്ട്. എന്നാൽ ആരോപണം വി.ഡി. സതീശൻ ആവർത്തിച്ചു. നിലമ്പൂരിലെ വിഷയം പശ്ചിമേഷ്യയല്ല. നിലമ്പൂരിലെ ഈ പാവങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാതെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം, അതല്ല ഇവിടുത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിഷയം. ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ നിലമ്പൂർ ഇലക്ഷൻ വരെ പാലസ്തീന് നാവിന്ന് വന്നിട്ടുണ്ട്. നാവിന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇസ്രായേൽ പ്രശ്നത്തിൽ ശക്തമായ നിലപാട് എന്നും സ്വീകരിച്ചത് കോൺഗ്രസ് ആണെന്ന് പ്രതികരിച്ച് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും വിവാദത്തിൽ കക്ഷിയായി. കോൺഗ്രസ് യുദ്ധത്തിനെതിരാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ആ ഭാഗത്ത് ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. യുദ്ധത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. ഇറാനുമേലുള്ള ഇസ്രായേൽ നടപടിയിൽ ഇന്ത്യയും ലോകരാഷ്ട്രങ്ങളും ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ ലോകം ഒരു യുദ്ധ ഭീഷണിയുടെ വക്കീലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ന്യൂസ് 18 നിലമ്പൂർ. അഹമ്മദാബാദ് ദുരന്തത്തിൽ മരിച്ച 32 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ഇന്നോ നാളെയോ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 14 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയതായി ഗുജറാത്ത് സർക്കാർ അറിയിച്ചു. അപകടം നടന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് തെരച്ചിൽ തുടരുകയാണ്. എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ ഗൌരികുണ്ടിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം. ചാർധാം തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മോശം കാലാവസ്ഥയാണ് അപകട കാരണം. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് മറ്റൊരു ആകാശ ദുരന്തം.
ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്ര ദർശനത്തിനു ശേഷം തീർത്ഥാടകരുമായി ഗുപ്തകാശിയിലേക്ക് പോയ ആര്യൻ ഏവിയേഷൻ ലിമിറ്റഡിന്റെ ഹെലികോപ്റ്ററാണ് രാവിലെ 5:30 അപകടത്തിൽപ്പെട്ടത്. ഗൌരികുണ്ടിലെ ഗൌരി മൈ ഘാർക്ക് വനമേഖലയിൽ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. ഗൌരികുണ്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ഈ മേഖലയിലേക്ക് കാൽനടയായി മാത്രമേ എത്താൻ സാധിക്കൂ. അതിനാൽ രക്ഷാപ്രവർത്തനത്തിലും കാലതാമസമുണ്ടായി. മരിച്ചവർ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. 2 വയസ്സുള്ള കുഞ്ഞും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് പതിവ് പാതയിൽ നിന്ന് മാറി സഞ്ചരിച്ചതാണ് അപകട കാരണം. അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഹെലികോപ്റ്ററുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉന്നതതല സമിതിക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി രൂപം നൽകി. യാത്രയ്ക്ക് മുൻപ് സാങ്കേതിക പിഴവില്ലെന്ന് ഉറപ്പുവരുത്തുകയും കാലാവസ്ഥ കണക്കിലെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ മാസം ഗംഗോത്രിയിലുണ്ടായ അപകടത്തിൽ പൈലറ്റ് ഉൾപ്പെടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കെനിയയിൽ ബസ് അപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി. തുടർന്ന് 5 പേരുടെയും മൃതദേഹം സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോയി. മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ 1.5 വയസ്സുള്ള റൂഹി മെഹറിൻ, മാവേലിക്കര ചെറുകോൾ സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് മണ്ണൂർ സ്വദേശിനി റിയ ആൻ, മകൾ 7 വയസ്സുള്ള ടൈറ എന്നിവരുടെ മൃതദേഹമാണ് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി പി രാജീവ് മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് മന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മൃതദേഹം അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോയി. സംസ്ഥാന സർക്കാർ ഇടപെട്ടതിനാൽ യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ ഇളവ് ലഭിക്കുകയും മൃതദേഹം വേഗം നാട്ടിലെത്തിക്കാൻ കഴിയുകയും ചെയ്തതായി മന്ത്രി പറഞ്ഞു. കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറേറ്റ്, ഖത്തർ എംബസി ഇവയുമായി ഏകോപനം നടത്തി നമ്മുടെ വിദേശ മന്ത്രാലയവുമായി ചേർന്ന് ഏകോപനം നടത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നോർക്ക റൂട്ട്സാണ് ആ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏകോപിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇന്നലെ ചില പ്രശ്നങ്ങൾ വന്നിരുന്നു. യെല്ലോ ഫീവറുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിൻ്റെ അത്തരം കാര്യങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ആ തടസ്സങ്ങളെല്ലാം മാറ്റി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മരിച്ചവരുടെ ബന്ധുക്കളും അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്നവരെയും അതേ വിമാനത്തിൽ തന്നെയാണ് നാട്ടിലെത്തിച്ചത്. ജൂൺ 9 ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിയോടെയായിരുന്നു വിനോദസഞ്ചാരത്തിനായി എത്തിയ 28 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെടുകയും മലയാളികൾ ഉൾപ്പെടെ 6 പേർ മരിക്കുകയും ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. തീപിടുത്തമുണ്ടായ വാൻഹായ് 503 കപ്പൽ കേരള തീരത്ത് നിന്ന് 57 നോട്ടിക്കൽ മൈൽ ദൂരത്തിലേക്ക് മാറ്റി. കൂടുതൽ ദൂരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. കപ്പലിൽ ഇപ്പോഴും തീയും പുകയുമുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസർമാർ അവരുടെ വില്ലേജ് പരിധിയിൽ ഉണ്ടാകണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശം നിലനിൽക്കെ വിനോദയാത്ര നടത്തി കാസർഗോഡ് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥർ. ഹോസ്ദുർഗ് താലൂക്ക് സ്റ്റാഫ് കൌൺസിലാണ് കർണാടകത്തിലെ അഗുംബയിലേക്ക് വിനോദയാത്ര നടത്തിയത്. 42 പേർ യാത്രയിൽ പങ്കെടുത്തു. ജില്ലയിൽ തുടർച്ചയായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ അവരുടെ പരിധിയിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. എന്നാൽ അത് മറികടന്നാണ് വിനോദയാത്ര. ഹോസ്ദുർഗ് താലൂക്ക് സ്റ്റാഫ് കൌൺസിൽ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത്. കർണാടകയിലെ അഗുംബയിലേക്കാണ് 42 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘം യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഹോസ്ദുർഗ് തഹസിൽദാർ KV ജയപ്രസാദ്, ഡെപ്യൂട്ടി തഹസിൽദാർ K ബാബു, പ്രകൃതി ദുരന്തം സംബന്ധിച്ച് ചുമതലയുള്ള ജൂനിയർ സൂപ്രണ്ട് തുളസിരാജ്, വില്ലേജ് ഓഫീസർമാർ എന്നിവരടക്കമാണ് സംഘത്തിലുള്ളത്. ഇന്നലെ രാവിലെയാണ് ഇവർ വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തമായതോടെ ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ജില്ലാ ഭരണകൂടം സജ്ജമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് ഇതിനു ചുമതലയുള്ള പ്രധാനപ്പെട്ട ഓഫീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഹോസ്ദുർഗ് തഹസിൽദാർ KV ജയപ്രസാദ് 2 ദിവസത്തെ അവധി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച് ജില്ലാ കലക്ടറുടെ വിശദീകരണം. എന്നാൽ വിനോദയാത്ര സംബന്ധിച്ച് അനുമതി നൽകിയിട്ടില്ലെന്നും ഇവരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9320 രൂപ, പവന് 74560 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7670, പവന് 61360 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോയ്ക്ക് 1,80,000 രൂപ. കവിത
ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. പൂർണ്ണമാകുന്നു ലൈവ് at 6 ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം.